ജനവാസ മേഖലയിലെ കാടുമൂടിയ പ്രദേശങ്ങൾ വന്യജീവികൾ താവളമാക്കിയതോടെ സമീപവാസികൾ ഭീതിയിൽ. കൊല്ലം ചിറക്കര പോളച്ചിറ തെങ്ങുവിള നിവാസികളാണ് വന്യജീവികളുടെ ആക്രമണ ഭീതിയിൽ കഴിയുന്നത്. ഞങ്ങൾ ഈ സ്കൂളിലാണ് പഠിക്കുന്നത്. ഇവിടെ മുള്ളമ്പന്നിനെ ഒക്കെ കണ്ടിട്ടുണ്ട്. ഞാൻ എൻ്റെ രാത്രി ഒരു 11 മണിയൊക്കെ ആയപ്പോൾ കടയടച്ചോണ്ടിരിക്കുന്നു. അപ്പോൾ ആ ചീനി തോട്ടത്തിന് അവിടെ നിന്ന് ഒരു ശബ്ദം കിട്ടും. അങ്ങോട്ട് പോയി നോക്കിയപ്പോൾ ഒരു പന്നി അത് നമ്മളെ ഇടിക്കാനായിട്ട് ഇങ്ങോട്ട് ഓടി വന്നു. ഇത് നമ്മൾ പെട്ടെന്ന് കടയിൽ കയറി, ഇല്ലായിരുന്നെങ്കിൽ നമ്മൾ ഇടിച്ചാണ്. എനിക്ക് 2 സെന്റ് ഭൂമിയാണുള്ളത്. അത് ഞാൻ ഒരു കൃഷിപ്പണിക്കാരനാണ്. ഞാൻ കൃഷി വേല ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എൻ്റെ വസ്തുവിനോട് ചേർന്ന് 2 സെന്റ് തറയുണ്ട്. അല്ല, 15 സെന്റ് തറ കനാലിൻ്റെ വകയാണ്. അത് കനാൽ കിടക്കുന്നുണ്ട്. ഞാൻ കാടൊക്കെ വെട്ടിയൊഴിച്ച് കൃഷി ചെയ്തുകൊണ്ട് പന്നി കയറി ശല്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ എൻ്റെ അതിനോട് ചേർന്ന് ഒരു 10-15 ഏക്കർ പെരടം കിടക്കുന്നു. അതിനകത്തൊരു വീടുമുണ്ട്. കനാല് പന്നി കയറി അത് പെറ്റി വരി കിടക്കുകയാണ്. അത് നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ ഈ പോളച്ചിറ മൊത്തം, വേല മൊത്തം. അതുകൊണ്ട് ഇതിനൊരു നടപടി എടുക്കണം. സ്കൂളിനോട് ചേർന്ന് 1 ഏക്കർ വസ്തുവോളം കാട് കയറി കിടക്കുകയാണ്. അതിനിപ്പുറത്തോട്ട് മാറി 1 ഏക്കർ വസ്തു കിടക്കുന്നിടത്ത് ഒരു ചെട്ടുണ്ട്. അതിനകത്ത് പാമ്പും അതും ഇതുമായിട്ട് കിടക്കുകയാണ്. അതാ പറഞ്ഞത്, ഇനി 50 സെന്റ് നിലത്തിനകത്തുള്ള കൃഷി മൊത്തം ഇത് പന്നി കയറി നശിപ്പിച്ചുകൊണ്ടിരിക്കുക. അത് ഞാൻ പിന്നെ ഇപ്പോൾ ഒരു 8-10 കമ്പുകൾ പോയി കഴിഞ്ഞാൽ അത് കഴിഞ്ഞ് ഞാൻ ഇപ്പോൾ കാവലിരിക്കുക ലൈറ്റും കൊണ്ട്. അതിനെ അടിക്കാനൊന്നും നിർവാഹമില്ല. ഇത്രയേ ഉള്ളൂ കാര്യങ്ങൾ. നടപടിയുമായി ബന്ധപ്പെട്ട് മുമ്പോട്ട് പോകാനാണ് ഗ്രാമപഞ്ചായത്ത് തീരുമാനിച്ചിരിക്കുന്നത്. അപ്പോൾ സർക്കാർ ഉത്തരവ് പ്രകാരം ഇത് പഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ ഇതുപോലെ കാട് മൂടിക്കിടക്കുന്ന പ്രദേശങ്ങൾ വൃത്തിയാക്കുക എന്നുള്ളൊരു ഉത്തരവുണ്ടെന്ന് പറയപ്പെടുന്നു. നമ്മുടെ ഗ്രാമപഞ്ചായത്തിന് തനത് വരുമാനം കുറഞ്ഞൊരു പഞ്ചായത്താണ്. കെട്ടിട നികുതിയും തൊഴിൽ നികുതിയും മാത്രമാണ് നമ്മുടെ ഗ്രാമപഞ്ചായത്തിനുള്ളത്. മറ്റ് വികസന പ്രവർത്തനങ്ങൾ തന്നെ, വലിയ വികസന പ്രവർത്തനങ്ങൾ ഒക്കെ തന്നെ നമുക്ക് ഏറ്റെടുത്ത് നടത്താൻ ബുദ്ധിമുട്ടുള്ള ഒരു പരിസ്ഥിതിയിലൂടെയാണ് കടന്നു പോകുന്നത്. അപ്പോൾ നമ്മൾ ബന്ധപ്പെട്ട അധികാരികളുമായി സംസാരിച്ചതിന് ശേഷം ഇതിന് ശാശ്വതമായ പരിഹാരം എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളതിനെക്കുറിച്ചാണ് പഞ്ചായത്ത് ഭരണസമിതി ഇപ്പോൾ ആലോചിക്കുന്നത്. അത് വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളിലെ ഉദ്യോഗസ്ഥന്മാരെ കൂട്ടായ ഒരു പരിശ്രമത്തിലൂടെ മാത്രമേ നമുക്ക് ഈ ഒരു പ്രശ്നം പരിഹരിക്കാൻ സാധിക്കുകയുള്ളൂ. ഇവിടെ കാട്ടുപന്നികളുടെയും അതുപോലെ തന്നെ മുള്ളംപന്നി അടക്കമുള്ള വന്യജീവികളുടെ ആക്രമണം ശല്യം ഉള്ള ഒരു പ്രദേശമാണ്. അടിയന്തരമായി തന്നെ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി ഇതിന് ശാശ്വതമായിട്ടുള്ള പരിഹാരം ഉണ്ടാക്കുന്നതിനുള്ള ശ്രമം ആരംഭിക്കും എന്നാണ് ഇതേ സംബന്ധിച്ച് പറയാനുള്ളത്. ഇത് നമ്മുടെ വരവൂർ പാരിപ്പള്ളി റോഡിലെ പതിനോടമുക്കിലുള്ള ഒരു സ്വകാര്യ വ്യക്തിയുടെ വകയാണ് ഈ ഭൂമി. ഇത് നിരവധി തവണ അദ്ദേഹത്തിന് ഫോണിൽ ബന്ധപ്പെടാൻ ശ്രമിച്ചിട്ടും ഫോൺ എടുക്കാറില്ല. കഴിഞ്ഞ പ്രാവശ്യമൊക്കെ നമ്മൾ ഒരു പ്രോജക്റ്റിൽ ഉൾപ്പെടുത്തി നമ്മൾ വൃത്തിയാക്കിയിരുന്നു. പക്ഷേ ഇത് ഇനിയിപ്പോൾ നമുക്ക് അങ്ങനെ സർക്കാരിൻ്റെ ഫണ്ട് ഉപയോഗിച്ച് നമുക്കൊന്നും ചെയ്ത് വൃത്തിയാക്കാൻ പറ്റത്തില്ല. അദ്ദേഹത്തിന് പഞ്ചായത്തിൽ നിന്ന് ഇത് വൃത്തിയാക്കണമെന്ന് നോട്ടീസ് കൊടുത്തിട്ടുണ്ട്. അടിയന്തരമായി തന്നെ ഇപ്പോൾ നമ്മൾ പഞ്ചായത്ത് ഉദ്ദേശിക്കുന്നത് ഇതുപോലെ കാട് പിടിച്ച് കിടക്കുന്ന ഭൂമിയുടെ റെക്കോർഡുകളെടുത്ത് റവന്യൂ അധികൃതരുടെ സഹായത്തോടു കൂടി അതിൻ്റെ റെക്കോർഡുകളെടുത്ത് അവരുടെ അഡ്രസ്സും കളക്ട് ചെയ്ത് കൃത്യമായി അവർക്ക് നോട്ടീസ് കൊടുക്കത്തക്കുള്ള നടപടിയാണ് പഞ്ചായത്ത് സ്വീകരിക്കാനായിട്ട് തീരുമാനിച്ചിരിക്കുന്നത്. നിരവധി ആളുകൾ, കാര്യം നമ്മുടെ പഞ്ചായത്തിന് പുറത്തുള്ള ആളുകൾ നമ്മുടെ ഗ്രാമപഞ്ചായത്തിൽ വന്ന് ഭൂമികൾ വാങ്ങിച്ചിട്ടുണ്ട്. ആ ഭൂമി വാങ്ങിച്ചതിന് ശേഷം അവർ അവിടെ കൃഷി ചെയ്യുകയോ അല്ലെങ്കിൽ ഈ കാട് കയറുന്നത് വൃത്തിയാക്കുകയോ ചെയ്യാറില്ല. അപ്പോൾ അതിന് ശാശ്വതമായൊരു പരിഹാരം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഗ്രാമപഞ്ചായത്ത് തീരുമാനമെടുത്തിട്ടുള്ളത്.